ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ആദ്യം വരുന്നൊരു ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ബട്ടർ ചിക്കൻ. ഞാനിവിടെ 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയ ചിക്കനും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് അല്പം ചെറുതായി കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ചിക്കനിലേക്ക് മസാല പിടിക്കുന്നതിനായി കുറഞ്ഞത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ചൂടായ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കുക. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മുൻപ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഏകദേശം 4-5 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ പീസുകൾ മറിച്ചിട്ട് മറുവശം കൂടി വേവിക്കുക. ഇത് നല്ലപോലെ ഡ്രൈ ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ ടോട്ടൽ 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് പാനിൽ നിന്നും കോരിയെടുക്കുക. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 3 സവാള സ്ലൈസ് ചെയ്തത് ചേർക്കുക. അതിനുശേഷം 2 പച്ചമുളക് അരിഞ്ഞതും കാഷ്നട്ട് 20 എണ്ണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വഴറ്റുക. അതിനുശേഷം 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നതിനായി ഏകദേശം 2 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷം 1/2 കിലോ തക്കാളി കട്ട് ചെയ്ത് ചേർക്കുക. മീഡിയം സൈസിലുള്ള ഏകദേശം 5-6 തക്കാളി ഉണ്ടാകും. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. അടുത്തതായി ഉപ്പ് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ നമ്മൾ ചേർത്ത തക്കാളിയുടെ പുളി അനുസരിച്ച് ചേർക്കാം. തീ കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഏകദേശം 15 മിനിറ്റ് തക്കാളിയൊക്കെ നന്നായി വേവുന്നവരെ വേവിക്കുക. ഇതിപ്പോൾ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ ചൂട് നന്നായി കുറയുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂട് നന്നായിട്ട് കുറഞ്ഞു കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റ് അതേ പാനിലേക്ക് വീണ്ടും ഒഴിക്കുക. പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത് ഗ്രേവി ചെറുതായി തിളപ്പിക്കുക. ചെറുതായി തിള വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസിനെ ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ പീസുകൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി. ആവശ്യമെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പൊടിച്ചെടുക്കുക ഈ കസ്തൂരി മേത്തിയെ. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഗ്രേവിക്ക് ഇപ്പോൾ തന്നെ അല്പം മധുരം ഉണ്ടായിരിക്കും. ബട്ടർ ചിക്കന് ഓറഞ്ച് കളർ കൊടുക്കുന്നത് നമ്മൾ ചേർത്ത കാശ്മീരി മുളക് പൊടിയുടെയും തക്കാളിയുടെയുമാണ്. അതുകൊണ്ട് നല്ല ചുവന്നതും പഴുത്തതുമായ തക്കാളിയും കാശ്മീരി മുളക് പൊടിയും ചേർക്കാൻ ശ്രമിക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുക.
ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഫ്രഷ് ക്രീമും ബട്ടറും ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ബട്ടർ ചിക്കന് പൊറോട്ട, ചപ്പാത്തി, റൊട്ടി ഇതിൻ്റെയൊക്കെ കൂടെ ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ കാണാത്തവർ വീഡിയോ കണ്ട് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.